ഓക്കെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെയാണ് നമുക്ക് ഞായറാഴ്ച വരാൻ പോകുന്നത്. സോ ഇനിയിപ്പോൾ അധികം ദിവസമൊന്നുമില്ല, കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യാതെ ഇരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, മെയിനായിട്ട് എക്സാമിനാണെങ്കിലും എക്സാമിന് മുന്നേ ആണെങ്കിലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ഒരു വീഡിയോ കാണുന്നവർ നിങ്ങൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല മെയിൻ ഇപ്പോൾ തുടർന്ന് ഞാൻ പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള ഒരു പ്രശ്നമാണ് നമുക്ക് എന്തിനൊക്കെ പെട്ടെന്ന് ടെൻഷനാവും. എന്ത് പറഞ്ഞാലും അതിന് ടെൻഷനായിരിക്കും. അയ്യോ എനിക്ക് എൻട്രൻസ് എക്സാം ആണ്, ഞാൻ അതിനെ പാസ്സാവും, പാസ്സായി കഴിഞ്ഞാൽ ഇനി എന്തു ചെയ്യും, അങ്ങനെ അങ്ങനത്തെ ടെൻഷൻ്റെ ആവശ്യമില്ല. ആക്ച്വലി ഞാൻ നേരത്തെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടവർക്കറിയാം. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ പറയുന്നുണ്ട് എന്തിനാ നിങ്ങൾ ടെൻഷൻ എടുക്കുന്നത്. പ്ലസ് ടു ബേസ് നിങ്ങളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന പിള്ളേരെ കൂടുതലായിട്ട് 99% ആൾക്കാരും പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാർ ആ ഒരു ചൂട് നിങ്ങൾക്ക് സ്റ്റിൽ ഇപ്പോഴും അത് നല്ല ടെമ്പറേച്ചറിലാണ് സാധനം നിൽക്കുന്നത്. ആ ഒരു പ്ലസ് ടുവിലെ സാധനങ്ങളൊക്കെ തലയിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതേ സാധനങ്ങളാണ് നമുക്ക് IPCക്ക് അത് ചോദിക്കാറ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇത്ര ടെൻഷനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ടെൻഷൻ ആവശ്യമില്ല. കൂളായിട്ട് എക്സാം എഴുതാൻ, കൂളായിട്ട് തിരിച്ചു വരാൻ, റിസൾട്ടൊക്കെ പിന്നത്തെ കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് കോൺഫിഡൻസിലൂടെ പോവാം. ഓക്കെ, പഠിച്ച ഒരു വ്യക്തിക്ക് ആ ഒരു കോൺഫിഡൻസ് കാണും. നമുക്ക് പറയാതെ തന്നെ ആ കോൺഫിഡൻസ് വരും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഞാനിത് പറയേണ്ട ആവശ്യമില്ല. അല്ലാത്തൊരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ഉള്ള കോൺഫിഡൻസ് നിങ്ങൾ പോവുക, അതേ കോൺഫിഡൻസ് തിരിച്ചു വരിക, റിസൾട്ട് ആകാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, ടെൻഷൻ്റെ ആവശ്യമൊന്നും നമുക്ക് ഇതിനകത്ത് ഇനിയുള്ള ഒരു ഹവേഴ്സ് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ഒരു ഓവറായിട്ടുള്ള ടെൻഷൻ അടിച്ച് ചിലർ ഒത്തിരി പഠിക്കാൻ നിൽക്കും. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഇത്രയും നാളും എന്തൊക്കെയാണ് പഠിച്ചത് അത്രയും മതി ഇനി. ഓക്കെ, ഒത്തിരി ഈ പഠിച്ച സാധനം പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കാതെ, അല്ലെങ്കിൽ ആ ഒരു പഠിച്ച സാധനം നിങ്ങളിപ്പോൾ ഒന്ന് നോക്കുമ്പോൾ അതെന്താണ്, ഇല്ലെങ്കിൽ അതിനകത്തൊരു കിഴിച്ച് നിങ്ങൾ പോകും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ചാപ്റ്റർ ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് നിങ്ങൾ ട്രിഗണോമെട്രി എടുത്തു. ട്രിഗണോമെട്രി തീർത്തു, കോണിക് സെക്ഷൻസ് തീർത്തു, പ്രോബബിലിറ്റി തീർത്തു, മെട്രിസസ് തീർത്തു. അപ്പം നിങ്ങളിങ്ങനെ തീർത്ത് പോകുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് 48 മണിക്കൂർ ഇനി ഉള്ളൂ. അപ്പോൾ ഈ 48 മണിക്കൂർ നിങ്ങൾ ഇന്റർനെറ്റിലേക്ക് സെർച്ച് ചെയ്യുക, എന്തൊക്കെയാണ് ടോപ്പിക്സ്, എന്തൊക്കെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഓക്കെ, ആ 4 ചാപ്റ്റർ അല്ല, പിന്നെ അതിനകത്ത് വേറെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു, പാരാബോളിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു, സർക്കിൾസിൽ നിന്ന് ക്വസ്റ്റ്യൻ, ഇല്ലെങ്കിൽ കോണിക് സെക്ഷനിൽ വേറെ സാധനത്തിന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് സെറ്റ് ചെയ്യുന്ന റിലേഷൻ ഫംഗ്ഷനൊക്കെ ക്വസ്റ്റ്യൻ വരും. അയ്യോ ഞാൻ ഇതൊന്നും പഠിച്ചില്ലല്ലോ. അപ്പൊ ഇനി അപ്പം എന്താ കൂടി പോകും സെറ്റ് റിലേഷനും പഠിക്കാൻ, അല്ലെങ്കിൽ വേറെ ചാപ്റ്റേഴ്സ് പഠിക്കാൻ പോകും. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല മക്കളെ. ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിലും കുറച്ച് മെയിൻ ടോപ്പിക്സ് ഉണ്ട്, നമുക്ക് കുറച്ച് മെയിൻ ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ആ മെയിൻ ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും നോർമലി. ഈ ബാക്കി മെയിൻ അല്ലാത്ത കുറച്ച് സബ് മെയിൻ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സബായിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് അറിയാവുന്ന ഈസി ടോപ്പിക്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ടെൻഷൻ ആവും. ഒരു ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ PDF എടുക്കുക. നിങ്ങൾ പഠിച്ചിട്ടില്ല, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ നേരത്തെ മാത്സ് പറഞ്ഞ പോലെ ഫിസിക്സിൻ്റെ കേസ് ഞാൻ പറയാം. ലോസ് ഓഫ് മോഷൻ നിങ്ങൾക്ക് പഠിച്ച ഒരു സാധനം, ആ ലോസ് ഓഫ് മോഷൻ ഓക്കെ ക്വസ്റ്റിനെ കണ്ട് സന്തോഷമായിട്ട് ഇരുന്നപ്പോൾ നാളെ വരുന്ന വർക്ക് എനർജി പവർ എന്നൊരു ക്വസ്റ്റ്യൻ, അതാണ് നിങ്ങൾ തൊട്ടിട്ടേ ഇല്ല. ഉടനെ ഇപ്പോൾ വർക്ക് എനർജി പവർ പഠിക്കാൻ വേണ്ടി ഇനി ആ ഒരു സംഭവം നിർത്തിയേക്കാം. ഓക്കെ, ഈ ഒത്തിരി പഠിക്കുന്ന ഈ ന്യൂ ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സംഭവം നിർത്തിയേക്കാം. ഇനി നമ്മൾ ന്യൂ ചാപ്റ്റേഴ്സ് പഠിക്കണ്ട. ഓക്കെ, എന്ന് വെച്ചാൽ അറിയാവുന്ന സാധനങ്ങൾ അതുപോലെ മൈൻഡിൽ സൂക്ഷിച്ച് വെച്ചേക്കുക. അതിനി നിങ്ങൾ എക്സോസ് കളയാതത്. ഓക്കെ, എനിക്കെന്ന് മാത്രമേ പറയുള്ളൂ. നിങ്ങൾ അതിന് പുകച്ച് താടിക്കാതെ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് അങ്ങനെ ഇരുന്നോട്ടെ. ഒത്തിരി നമ്മൾ ടെൻഷനാക്കി പുതിയ സാധനം പോകുമ്പോൾ പഴയ സാധനം മറന്നു പോകും. ഓക്കെ, എന്നിട്ട് പുതിയത് ചോദിക്കുന്നില്ല, പഴയത് അങ്ങനെ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് വരാം. അതുകൊണ്ട് അതൊക്കെ വിട്ടേക്കെ, ടെൻഷൻ ഒന്നും വേണ്ട, കൂളായിട്ട് പോയി നമ്മൾ നോർമൽ എക്സാം എഴുതും, നമ്മൾ ലേറ്റസ്റ്റ് പേപ്പറൊക്കെ എടുത്തില്ല, ആ ഒരു മൈൻഡിൽ എടുക്കുക, സാധനം പോവുക, എഴുതുക, തിരിച്ചു വരിക, കിട്ടിയില്ല പിന്നത്തെ കാര്യം. ഓക്കെ, പിന്നെ നല്ലപോലെ കിടന്ന് ഉറങ്ങുക. ഈ വെളുപ്പിന് എണീറ്റ് ഉറങ്ങി 2 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ട് 3-ാമത്തെ മണിക്കൂർ എണീറ്റ് പഠിത്തമൊന്നും വേണ്ട. അതിനുള്ള പ്രശ്നമൊന്നും നമുക്ക് ഈ ഒരു IUCT എക്സാമിനകത്ത് ഇല്ല ആക്ച്വലി. ഓക്കെ, നമ്മളല്ലോ പ്ലസ് ടുവിൻ്റെ ചൂടിൽ നിങ്ങൾ നിൽക്കുന്ന പിള്ളേർ, അപ്പോൾ അത്ര ടെൻഷൻ അടിച്ചൊന്നും എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, ഇപ്പോൾ ചിലവർക്കുണ്ട് ഇതിപ്പോൾ കിട്ടിയാലും മെഡിക്കലൊക്കെ അൺഫിറ്റ് ആയി പോകുന്ന ഒത്തിരി കേസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എഫോർട്ട് എടുത്ത് പഠിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, മെഡിക്കലിലൊക്കെ എന്തൊക്കെ ഇഷ്യൂ വരുന്നുണ്ട്. അപ്പം നമുക്കത് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയല്ലോ. അപ്പോൾ അത്ര മെൻ്റലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാര്യത്തിലോട്ടൊന്നും പോകണ്ട. ഓക്കെ, മര്യാദയ്ക്ക് കിടന്ന് പറഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് കൂളായിട്ടിരിക്കുക. നോർമലായിട്ട് ദിവസം നിങ്ങൾ എങ്ങനെ പോകുന്നു അതുപോലെയൊക്കെ തട്ടി മുട്ടിയൊക്കെ പോവാം. ഓക്കെ, എക്സാം വരെ. അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യും. അപ്പോൾ എക്സാം വരെ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കാതെ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി 8 മണിക്ക് 6 മണിക്കൂർ 7 മണിക്കൂർ കിടന്നുറങ്ങി നല്ല വൃത്തിക്കൊക്കെ മര്യാദയ്ക്കൊക്കെ പോവാം. അല്ല ടെൻഷൻ അടിച്ച് ഉറങ്ങാതെ കഴിക്കാതെയും കുടിക്കാതെയൊക്കെ നിന്നാൽ നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കും, നിങ്ങൾ മെൻ്റലി നിങ്ങൾക്ക് ഇഷ്യൂ വരും. എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ എന്താവും ടെൻഷൻ വരും, ഞാൻ പഠിച്ചില്ല, ക്ഷീണം വരും, നല്ല രീതിക്ക് വിയർക്കും. ഓക്കെ, അപ്പോൾ എന്തിനാ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വേണ്ട, അങ്ങനെയൊന്നും നിങ്ങൾ നോക്കണ്ട ആക്ച്വലി. അപ്പോൾ വേറെന്താണ്, ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. കാരണം എനിക്ക് ഇങ്ങനെ മെസ്സേജസ് ഒത്തിരി വരുന്നുണ്ട്. ഒത്തിരി മെസ്സേജസ് എൻ്റെ ഗ്രൂപ്പിൽ ഓൾമോസ്റ്റ് 600 ആൾക്കാർ ഇപ്പോൾ ഉണ്ട്.
ഈ 600 ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ആലോചിച്ച് നോക്കി, എന്തോ ഒരു മെസ്സേജ് എനിക്കിപ്പോൾ സെയിം ടോപ്പിക്കിൽ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അല്ലാതെ വിചാരിക്കലോ ആ പുള്ളി വന്ന് എന്തോ പറഞ്ഞിട്ട് പുള്ളി പോയി, പുള്ളി ചുമ്മാ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്ത് അല്ല. ഇതേ സാധനം എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസ് എല്ലാം എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. ഒരു ഒരു 3-4 മെസ്സേജ് ആണെങ്കിൽ ഞാൻ കളയാം കുറച്ച് പേർക്ക്. ഈ 10-15 അതിൽ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ചേട്ടാ എനിക്ക് ടെൻഷനാണ്, എനിക്ക് പേടിയാണ്, ഇത് കിട്ടത്തില്ലെന്ന് തോന്നുന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഈ ഗ്രൂപ്പിൽ, നമ്മുടെ ഈ ഒരു ഫീൽഡിലൊക്കെ അവൈലബിൾ ആണ്. 15 അതിൽ മെസ്സേജ് വന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത് മെയിനായിട്ട്. അപ്പോൾ അത് കാണുന്നവർക്ക് എന്താവും, ഓക്കെ ഇങ്ങനെയൊന്നും വേണ്ട, അത്രയും ഇപ്പോൾ ടെൻഷനായിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് വീഡിയോ കാണുമ്പോൾ ഓക്കെ ചേട്ടൻ അത്രയും പറഞ്ഞതാ. അവർ വരുന്ന ടീംസൊക്കെ കാണുമായിരിക്കും. ഇന്റർവ്യൂ ഉണ്ട് കേട്ടോ, എനിക്ക് അങ്ങനെയൊക്കെ റിപ്ലൈ വന്നിട്ടുണ്ട്. ചേട്ടൻ വീഡിയോ ഇട്ടപ്പോൾ ഓക്കെ ആയി, സെറ്റായി എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുമ്പോൾ ഞാനിങ്ങനെ പറയട്ടെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, അങ്ങനെയൊക്കെ ചെയ്താൽ മതി പറയുമ്പോൾ അവന്മാർ അതൊക്കെ ചെയ്ത് റെഡി ആയിട്ട് വരുമ്പോൾ എൻ്റെ അത് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ, എല്ലാ വീഡിയോ ഡിസ്ക്രിപ്ഷനകത്ത് വാട്സപ്പ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുത്ത് നോക്കി കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് പിള്ളേർ മെസ്സേജ്, നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന മെസ്സേജ് ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ മനസ്സിലാവും എന്തൊക്കെയാണ് ഇവർക്ക് ഡൗട്ട് എന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ടെൻഷനൊന്നും വേണ്ട. ഇന്ന് പഠിക്കുന്ന സാധനങ്ങൾ മെയിനായിട്ട് മോക്ക് ടെസ്റ്റ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ചില മോക്ക് ടെസ്റ്റ് ഒക്കെ അവൈലബിൾ ആണ്. യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഒഫീഷ്യലായിട്ട് മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ആ മോക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊക്കെ നോക്കിയിട്ട് മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക, ഓപ്ഷൻസ് നോക്കുക. അങ്ങനത്തെ ഇപ്പോൾ ചില ഓപ്ഷൻസ് ഒക്കെ കറക്റ്റ് കൊത്തുന്ന ഓപ്ഷൻസ് ഒക്കെ വരും. അപ്പോൾ നോക്കുക അതെങ്ങനെയാണ് ഓപ്ഷൻസ് അതിനകത്ത് കളക്ട് ചെയ്യുന്നതൊക്കെ നോക്കുക. അങ്ങനെയൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് സെലക്ട് ചെയ്യുക. പേടിക്കൊന്നും വേണ്ട, കൂളായിട്ട് പോവുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, എന്നെ മറക്കരുത് പരീക്ഷ എക്സാം ഒക്കെ പാസ്സായിട്ട് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഞായറാഴ്ചയാണ് എക്സാം. നാളെ ഞാനൊരു ലൈവ് സെക്ഷനൊക്കെ സെറ്റ് ചെയ്യും. നാളെ ഇല്ലെങ്കിൽ ഇന്നൊക്കെ ഒരു ലൈവ് സെക്ഷനൊക്കെ സെറ്റ് ആകാൻ പ്ലാൻ ഉണ്ട്. പറ്റുവാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പയ്യ. ഓക്കെ, അപ്പോൾ ഞാനൊരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ലൈക്കും ചെയ്യണം, ഹൈപ്പും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, മറക്കരുത്. സോ വീഡിയോ തന്നെ വൈൻഡപ്പ് ചെയ്ത് പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.